ഗൈസ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ യാത്ര മേഘമലയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ പാലക്കാട് നിന്ന് ഫുഡൊക്കെ കഴിച്ച് ഉച്ചയായപ്പോഴേക്കും പോകാനുള്ള പരിപാടിയാണ്. വെറും 100 രൂപയ്ക്ക് ചോറും മീനും കിട്ടുന്ന നല്ലൊരു അടിപൊളി ഫുഡ് സ്പോട്ടാണ് കേട്ടോ അത്. ഞങ്ങൾ 3 പേരാണ് ഈ ട്രിപ്പിലുള്ളത്. ഞാൻ, ശരത്ത്, റാഷി. അപ്പോൾ എല്ലാവരും നല്ല അടിപൊളിയായിട്ട് ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ശരത്തേ പോണ്ടേ? എടാ പോണ്ടടാ, ഇവിടെ ഇരുന്നാ മതിയോ? പോണ്ടേ? ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ വണ്ടി എടുത്തു കേട്ടോ. പൊള്ളാച്ചി റൂട്ടിലാണ് ഞങ്ങൾ പോകുന്നത്. ഭയങ്കര ചൂടാണ് കേട്ടോ. നട്ടുച്ചയ്ക്കാണ് ഈ പോകുന്നത്. അപ്പോൾ ഞങ്ങൾ പൊള്ളാച്ചിയിലെത്തി. പാലക്കാട്ടിൽ ഏകദേശം 1 മണിക്കൂർ യാത്ര ചെയ്തിട്ട് ഞങ്ങൾ പൊള്ളാച്ചിയിലെത്തിയപ്പോൾ പൊള്ളാച്ചി ടൗണാണ് ഇപ്പോൾ ഈ കാണുന്നത്. തട്ടും തലമ്പേ കുടി കുടി കുടി. അടിപൊളി. തേനില്ല. എന്താടാ ക്ഷീണിച്ചോ? റാശി എന്താ അവസ്ഥ? കുഴപ്പമൊന്നുമില്ലല്ലോ. ശരത്തോ? നേരത്തെ ഇറങ്ങണം. അപ്പോൾ നമ്മൾ ഏകദേശം ചിന്നമന്നൂർ എത്താനായിട്ടുണ്ട് കേട്ടോ. 85 കിലോമീറ്റർ കൂടി നമ്മൾ ചിന്നമന്നൂർ എത്തും. അപ്പോൾ നമ്മളൊന്ന് ചിന്നമന്നൂർ സ്റ്റേ ആണ്. പിന്നെ അവിടുന്ന് നാളെ രാവിലെ ആണ് നമ്മൾ മേഘമലയ്ക്ക് പോകുന്നത്. ഗൈസ്, അപ്പോൾ നമ്മൾ മേഘമലയ്ക്കുള്ള ചുരം കയറി തുടങ്ങിയിട്ടോ. ഏകദേശം ഒരു 25 കിലോമീറ്റർ കയറി കഴിഞ്ഞാൽ നമ്മൾ മേഘമല എത്തി. ഇപ്പോൾ സീസൺ അല്ലാത്തത് കൊണ്ട് തന്നെ വേറെ ആരും ഉണ്ടായിരുന്നില്ല കേട്ടോ ഈ റൂട്ടിൽ. ഞങ്ങൾ 3 പേരും മാത്രമാണ് ഈ ചുരം കയറിക്കൊണ്ടിരുന്നത്.
അപ്പോൾ നമ്മൾ മേഘമലയ്ക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഭയങ്കര രസമാണ്. പോകുന്ന വഴികളൊക്കെ ഭയങ്കര അടിപൊളിയാണ് കേട്ടോ. നോക്കി അടിപൊളി മലകളൊക്കെ ഉണ്ട്. മേഘമല എന്നാണ് പറയുന്നത്, പക്ഷേ മേഘമല്ല. അതൊരു അടിപൊളി കാഴ്ചയുണ്ട്. നമുക്ക് രാവിലെ തന്നെ മേഘമലയിൽ വന്നിട്ട് കിട്ടിയത് ഒരു കുട്ടിയാന തേയിലത്തോട്ടത്തിൽ നിൽക്കുന്ന നല്ല അടിപൊളി കാഴ്ചയുണ്ട്. നമുക്ക് രാവിലെ തന്നെ വന്നപ്പോൾ മേഘമലയിലത്തെ ഡാമാണ് കേട്ടോ, പക്ഷേ വെള്ളമില്ല. വെള്ളമില്ലാത്ത ഡാം. ദുരന്താണല്ലോ വന്നോടത്തൊക്കെ. മേഘമലയിലെ ലേക്കാണ് കേട്ടോ. നല്ല അടിപൊളി ഒരു ലേക്കാണ്. അടിപൊളി വ്യൂ ആണ്. മേഘമല എത്തിയപ്പോൾ അവിടെ ഒരു തമിഴ് സിനിമേൻ്റെ ഷൂട്ടിംഗ് ഒക്കെ കണ്ടു കേട്ടോ. കുറേ ആൾക്കാരും അതിൻ്റെ എക്യുപ്മെൻസും ഭയങ്കര റിസ്ക് ആണ് ഒരു സിനിമ ഷൂട്ട് ചെയ്തിറങ്ങാന്നുള്ളത്. അവിടെ ഒരു സിനിമേൻ്റെ ഷൂട്ടിംഗ് ഒക്കെ നടക്കുന്നുണ്ട് കേട്ടോ മേഘമലയിൽ. നമ്മളൊന്നിപ്പോൾ അതിൻ്റെ ഷൂട്ടിംഗ് ഒക്കെ നടക്കുമായിരുന്നു. അവിടെ അയാളെ കൂടെ ഒക്കെ പൊട്ടയിരിക്കുന്നു. അതിന് എക്സ്ട്രാ കൂലിയുണ്ട്. ഇതൊക്കെ ഇവിടുത്തെ ഡാമിൻ്റെ ഭാഗമാണ് കേട്ടോ. പക്ഷേ ഇപ്പോൾ കൊടും വേനലായതുകൊണ്ട് ഇതിലൊന്നും വെള്ളമില്ല. ശരിക്കും ഞങ്ങളിപ്പോൾ ഒരു ഓഫ് സീസണിലാണ് ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. ശരിക്കും ഇവിടേക്ക് ഈ ടൈമിലല്ല വരേണ്ടത്. എന്നാലും മഴയൊക്കെ ഉള്ള ടൈമിലാണ് ഈ മേഘമലയിൽ വരുന്നതെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളിയായി, ഒന്നുകൂടി അടിപൊളിയായിരുന്നു. അപ്പോൾ ആകെ ഉണങ്ങി വരണ്ട് കിടക്കുകയാണ്.
ജയ്ഭീം എന്ന് പറഞ്ഞ സൂര്യയുടെ പടത്തിൽ സൂര്യ എന്ന നായികയും പാലത്തിലൂടെ നടക്കുന്നൊരു സീനുണ്ട്. ആ പാലം ഇതാണ് കേട്ടോ. ഇതൊക്കെ തന്നെ ഉണ്ടോ മേഘമല കാണാനുള്ളത്. നമ്മളിപ്പോൾ വന്നത് ഓഫ് സീസൺ ആയതുകൊണ്ട് വലിയൊരു വൈബൊന്നുമില്ല. പിന്നെ ഈ തേയിലത്തോട്ടം ഇതന്നെ കാര്യമായിട്ടുള്ളൂ. ശരിക്കും ഇങ്ങോട്ട് വരേണ്ടത് മഴക്കാലത്താണ്. കോടെ കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് സെറ്റ്. ഇതൊക്കെ ഈ തേയിലത്തോട്ടത്തിൽ ജോലി ചെയ്യുന്ന ആൾക്കാരുടെ പാടികളാണ് കേട്ടോ. മേഘമലയിൽ നിന്ന് ഇറങ്ങി ഞങ്ങൾ നേരെ മൂന്നാർ വഴിയാണ് പോകാനുള്ള പ്ലാന്. അപ്പോൾ ഇടുക്കിയിലുള്ള രാമക്കൽമേട് എന്ന് പറഞ്ഞ സ്ഥലം കൂടെ ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് കരുതി. അപ്പോൾ ഇനി അവിടേക്കുള്ള യാത്രയുണ്ടോ. രാമക്കൽമേട് അടിപൊളി വ്യൂ ആണ് കേട്ടോ അവിടെ. രാമക്കൽമേടാണ് കേട്ടോ. ഒരു രക്ഷയില്ലാത്ത അടിപൊളി സ്ഥലമാണ്. അതേപോലെ തന്നെ ഭയങ്കര ഡേഞ്ചറസ് ഒരു കൊക്കയാണ് ഇവിടെ ഉള്ളത്. ഇത് താഴെ പോയാൽ പിന്നെ നോക്കണ്ട. ഗൈസ് രാമക്കൽമേടാണ് കേട്ടത്. ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ്. അടിപൊളി പ്ലേസാണ്. അതേപോലെ തന്നെ ഭയങ്കര ഡേഞ്ചറസ് ഒരു കൊക്കയും കൂടെ ഉണ്ട് ഇവിടെ. ഇവിടെ ഒരു ഫോറസ്റ്റ് ഗാർഡോ സെക്യൂരിറ്റി ഒന്നുമില്ല. ഇത്രയും ഒരു ഡേഞ്ചറസ് പ്ലേസ് ആയിട്ട് ഒരു റെസ്ട്രിക്ഷൻസ് ഒന്നും കാണില്ല ഇവിടെ. ഭയങ്കര കൊക്കയാണ്. രാമക്കൽമേടിൻ്റെ മുകളിൽ നിന്നുള്ള തമിഴ്നാടിൻ്റെ കാഴ്ചയുണ്ട് തോന്നുന്നത്. അപ്പോൾ നമ്മൾ ഈ കാണുന്നത് ഭയങ്കര ഒരു 360 വ്യൂ ആണ്. ഇവിടെ നിന്ന് നോക്കിയാൽ നമുക്ക് തമിഴ്നാടിൻ്റെ കിട്ടുന്നത്. കമ്പം, തേനി, ചിന്നമന്നൂർ എന്ന് പറഞ്ഞ സ്ഥലങ്ങളൊക്കെയാണ് ആ താഴെ കാണുന്നത്. അടിപൊളി വ്യൂ ആണ് കേട്ടോ. ഒരു വട്ടെങ്കിലും ഇവിടെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണം. അത്രയും അടിപൊളിയാണ്.